കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അരുണും രാജീവും സുധീഷിനെ തറയിലിരുത്തി പരിഹസിച്ച് അപമാനിക്കുമ്പോഴേക്കും അങ്ങോട്ടെത്തിയ നിധിയെ കാണെ അവർ സ്നേഹത്തോടെ സുധീഷിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോഴേക്കും രാജീവ് നിധിയോടായി പറയുന്നുണ്ട്, കേട്ടോ മോളെ, ഒരേ സമയത്ത് രണ്ടാളായി പെർഫോം ചെയ്യാൻ ഒരസാധ്യ കഴിവാണ് എന്ന് ചിരിയോടെ പറഞ്ഞ് ഇരിക്കുമോളെ. സുധീഷ് വീട്ടിലും ഇങ്ങനെയാണോ? എന്തു പറഞ്ഞാലും അതുമായി ബന്ധപ്പെട്ട ഒരു കഥയങ്ങ് പറയും എന്ന് പറയേ. അതെ, ഇത്തിരി ഹ്യൂമർ സെൻസ് കൂടുതലായെന്ന് നിധിയും. വന്നിരിക്കെന്ന് പറഞ്ഞ് സുധീഷിനെ തന്റെ കൂടെ സോഫയിൽ ചേർത്തിയിരുത്തി നിധിയോടും ഇരിക്കാൻ പറഞ്ഞ് മോൾക്ക് കേൾക്കണോ എന്ന് ചോദിച്ച് സുധീഷിന്റെ ഓരോ കാര്യങ്ങൾ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ചിരിയോടെയും പറയുമ്പോഴും നിധിയും അത് വിശ്വസിച്ച് അവരുടെ കൂടെ സന്തോഷത്തോടെ ഇരിപ്പാ. പിന്നീട് നിധി തന്റെ റൂമിലേക്കെത്തി സന്തോഷത്തോടെ തന്റെ ബെഡിലേക്ക് ഇരിക്കുമ്പോഴേക്കും എടത്തി സാന്ദ്രയും അങ്ങോട്ടെത്തുകയും ഇരിക്കെടുത്തിന്ന് നിധി പറയുമ്പോഴേക്കും സാന്ദ്രയും ബെഡിലേക്കിരുന്ന് നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നേ എന്ന് ചോദിക്കെ. ഈ മുറി കണ്ടിട്ട് തന്നെ കുറെ നാളായില്ല, അതാ കുറച്ചുനേരം ഇതിനകത്തു തന്നെ വന്നിരുന്നേന്ന് നിധിയും. നീ വന്നതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഈ നടക്കുന്നത് ശരിക്കും സത്യമാണോന്ന് എനിക്കിപ്പോഴും വിശ്വാസം വന്നിട്ടില്ല. അല്ല, അച്ഛൻ എങ്ങനെയാ സുധീഷിനെ കണ്ടതെന്ന് സാന്ദ്ര ചോദിക്കെ. തിരുവനന്തപുരത്ത് ഒരു ഫ്രണ്ടിന് വെയിറ്റ് ചെയ്യുകയായിരുന്നു അത്രേ. ആ ഫ്രണ്ടിന്റെ ഒരു കോ ഡ്രൈവറായിട്ട് പോയതാ സുധീഷ്. അവരുടെ മീറ്റിംഗ് കഴിഞ്ഞ് അച്ഛനെ തിരിച്ച് ഹോട്ടലിൽ വിട്ടത് സുധീഷാണ്. അച്ഛൻ അപ്പോഴും സുധീഷിനെ കുറെ ചീത്ത പറഞ്ഞു അത്രേ. പക്ഷേ സുധീഷ് അപ്പോഴും എനിക്ക് എത്രമാത്രമാണ് അച്ഛനെ മിസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയത്രേ എന്ന് നിധി പറയുന്നത് കേൾക്കെ സന്തോഷത്തോടെ ആണോ, ശരിക്കും എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ലെന്ന് സാന്ദ്രയും. അന്ന് വൈകിട്ട് തന്നെ അച്ഛൻ വീട്ടിലേക്ക് വന്നു. എല്ലാവരോടും നല്ല സ്നേഹത്തോടെ സംസാരിച്ചു. എല്ലാവരുടെയും ഒപ്പമിരുന്ന് ഭക്ഷണവും കഴിച്ചു. രാത്രി അവിടെ തന്നെ താമസിക്കുകയും ചെയ്തു. ഇല്ലാതെ ഉറക്കം വരാത്ത അച്ഛനല്ലേ. അന്ന് രാത്രി AC ഇല്ലാതെ അച്ഛൻ ഉറങ്ങിയത്. രാവിലെ പോരുമ്പോ ഒരാഴ്ചക്ക് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചു. ആ ചോദ്യം കേട്ടപ്പോ എല്ലാവർക്കും അതിശയായി. എന്നെ മാത്രമായിരിക്കും വിളിക്കാൻ ഞാൻ കരുതിയത്. നോക്കിയപ്പോ സുധീഷിനോടും ഒപ്പം വരാൻ പറഞ്ഞു. ഞാനും ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ വിളിക്കുമെന്ന്. അച്ഛൻ ടോട്ടലി മാറിപ്പോയി എന്ന് നിധി സന്തോഷത്തോടെ പറയുന്നത് കേൾക്കെ. നിധി, നിനക്കിനി ഇവിടെ തന്നെ നിന്നാ പോരെ എന്ന് സാന്ദ്രയും ചോദിക്കുകയാ. അത് കേൾക്കെ നിധി ചിരിക്കുന്നത് കാണേ. നീ എന്താ ചിരിച്ചത്? ഇവിടെ കഴിഞ്ഞൂടെ നിനക്കെന്ന് സാന്ദ്രയും. ഇല്ല എടുത്തി, ഒരാഴ്ചയെന്ന് പറഞ്ഞ അച്ഛൻ കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് നിധി പറയേ. എന്ന് വെച്ച് അതിലും കൂടുതൽ നീ ഇവിടെ നിന്ന അച്ഛൻ വേണ്ടെന്ന് പറയൂ എന്ന് സാന്ദ്രയും. അങ്ങനെയല്ല എന്ന് നിധി പറയേ. അച്ഛൻ ഇപ്പോ ദേഷ്യമൊക്കെ പോയി ടോട്ടലായി മാറിയെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്, പിന്നെ ഇവിടെ തന്നെ കഴിയുന്നത് കൊണ്ട് എന്താ എന്ന് സാന്ദ്ര ചോദിക്കേ. അത് ശരിയാവില്ല എടുത്തി, ഞാൻ ഇവിടെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ഇവിടെ നിന്ന അതൊന്നും നടക്കില്ല എന്നവൾ പറയേ. നിധി, ഇപ്പോ നിനക്ക് ഒരു നല്ല ചാൻസാ കിട്ടിയിരിക്കുന്നത്. നല്ല നേരം നോക്കി അച്ഛനോട് സത്യം പറയാന്ന് സാന്ദ്ര എടുത്തി പറയുന്നത് കേൾക്കെ. എന്ത് സത്യം എന്ന് നിധിയും. എന്താ നിധി നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? നിന്റെ കല്യാണം എങ്ങനെയാ നടന്നതെന്ന് നീ അച്ഛനോട് തുറന്നു പറ. എങ്ങനെയോ എല്ലാം മറന്ന് അച്ഛൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നെങ്കിലും അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന സംഭവം അച്ഛനെ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. നിന്റെ പേരിൽ ഒരു തെറ്റുമില്ലെന്നും വേറെ വഴിയില്ലാത്തത് കൊണ്ടാ ആ കല്യാണം നടന്നതെന്നും അതൊരു കള്ള കല്യാണമായിരുന്നുവെന്നും പറ. അതൊരു കല്യാണമായിട്ട് നീ കാണുന്നില്ലെന്ന് മനസ്സിലായ എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് കാരണം അച്ഛനുണ്ടായ സങ്കടവും ഒക്കെ പോവും, എല്ലാം പഴയ പോലെ ആവുമെന്ന് സാന്ദ്ര പറയേ. അത് പറഞ്ഞ എന്ന് സംശയത്തോടെ നിധിയും ചോദിക്കുകയാ. പറയണ നിധി എന്ന് സാന്ദ്ര പറയേ. ഇല്ല എടുത്തി, സത്യം പറഞ്ഞ അച്ഛൻ എന്നെ സുധീഷിനോടൊപ്പം വിടില്ലെന്ന് നിധിയും. വിട്ടില്ലെങ്കിൽ എന്താ, നല്ലതല്ലേ, സുധീഷ് നിന്റെ ഭർത്താവൊന്നുമല്ലല്ലോ, എന്തിനാ നീ അങ്ങനെയൊരു വീട്ടിൽ പോയി വീണ്ടും കഷ്ടപ്പെടുന്നത് എന്ന് സാന്ദ്ര ചോദിക്കേ. എനിക്ക് ജോലിക്ക് പോണം എടുത്തി, കുറെ കമ്പനിയിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഉറപ്പായിട്ടും എനിക്ക് ജോലി കിട്ടും, അത് അവിടെ നിന്നല്ലേ നടക്കും എന്നവൾ തീർത്തു പറയേ. അതൊന്നും ഒരു വിഷയമല്ല നിധി, നീ സത്യം തുറന്നു പറ. അച്ഛൻ ഉറപ്പായി നിന്നെ മനസ്സിലാക്കും. ഇങ്ങനെ ഒരു കല്യാണത്തിന് സമ്മതിക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു എന്ന് നീ അച്ഛനെ ബോധ്യപ്പെടുത്ത്. ഉറപ്പായിട്ടും അച്ഛനത് മനസ്സിലാവുമെന്ന് സാന്ദ്ര പറയേ. വേണ്ടെടുത്തി എന്ന് നിധിയും. ശരി, നിധിക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വിട്ടേക്ക്, ഞാൻ പറയട്ടെ എന്ന് സാന്ദ്ര ചോദിക്കേ. അയ്യോ എടത്തി, ചതിക്കല്ലേ, അങ്ങനൊന്നും പറഞ്ഞു കളയല്ലേ, ഇപ്പൊ ആരും ഒന്നും അറിയണ്ട എന്ന് പറയേ. അതിന്റെ കാരണം എന്താണെന്ന് നീ പറ എന്ന് സാന്ദ്രയും. വേണ്ടെടത്തി, തിരിച്ചെങ്ങോട്ടും പോവാതെ ജോലിക്കും പോവാതെ ഇവിടെ തന്നെ ഇരുന്നാ മതിയെന്ന് പറഞ്ഞ അതെനിക്ക് വലിയ ബുദ്ധിമുട്ടാവുമെന്ന് നിധിയും. ശരി, നീ പോയിക്കോ, ആഗ്രഹിച്ച പോലെ തന്നെ ജോലിക്കും ചേരെ, പക്ഷേ ആ വീട്ടിൽ തന്നെ ഇനിയും കഴിയാൻ നോക്കല്ലേ, അതുകൊണ്ടാണ് ഞാൻ സത്യം പറയാൻ നിന്നെ നിർബന്ധിച്ചതെന്ന് സാന്ദ്ര എടുത്തി പറയുന്നത് കേൾക്കെ നിധിയും അവിടെ ഇരുന്ന് ചിരിക്കുകയാ. അത് കാണേ ഞാൻ സീരിയസ് ആയിട്ട് പറയുമ്പോ നീ ചിരിക്കുകയാണോ എന്ന് സാന്ദ്ര ചോദിക്കേ. ഏടത്തിക്ക് ആ വീട് ഇഷ്ടപ്പെടാതുള്ളൂ, എനിക്ക് ആ വീട് ഇഷ്ടമായിടത്തി, അവിടെ എനിക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് നിധി പറയേ. ഞാൻ ചോദിക്കുന്നത് തെറ്റായിട്ട് എടുക്കരുത് മോൾ, കല്യാണം വേസ്റ്റായ സ്ഥിതിക്ക് സുധീഷിന്റെ കൂടെ ആ വീട്ടിൽ തന്നെ കഴിയണമെന്നാണോ നീ ചിന്തിക്കുന്നത് എന്ന് സാന്ദ്ര ചോദിക്കുകയാണ്. സുധീഷിനപ്പുറത്ത് ആ വീടുമായി എന്നെ ബന്ധിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇടത്തി. സുധീഷിന്റെ ചേട്ടനും അനിയന്മാരും എനിക്ക് വേണ്ടി ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തവരാ, അവർക്ക് തിരിച്ചെന്തെങ്കിലും നല്ലത് ചെയ്തു കൊടുക്കാതെ ഞാൻ ആ വീട്ടിൽ നിന്ന് താമസം മാറില്ല എന്ന് നിധിയും തീർത്തു പറയേ. നിനക്ക് വട്ടാണോ, നീ എന്താ ആ വീട് നന്നാക്കാൻ പോവാണെന്ന് സാന്ദ്ര. നിധിയും ദേഷ്യത്തോടെ എടുത്തി നമുക്ക് ഈ ടോപ്പിക് വിടാം, വേറെന്തെങ്കിലും സംസാരിക്കാം പ്ലീസ് എന്ന് പറയേ. സാന്ദ്രയും
പറയും, നീ സീരിയസ് ആയിട്ടാണോ പറയുന്നേ എന്ന് ചോദിക്കുക. ഞാൻ തിരിച്ചു പോവും, സുധീഷിന്റെ വീട്ടിൽ തന്നെ താമസിക്കും, അവിടെ നിന്ന് ജോലിക്കും പോകും. ഈ കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ലെന്ന് നിധി പറയേ. എനിക്ക് നിന്നെ മനസ്സിലാക്കാനേ പറ്റുന്നില്ല എന്ന് സാന്ദ്രയും. ഏട്ടത്തി ഒരു ദിവസം 1 മണിക്കൂർ ആ വീട്ടിലിരുന്നിട്ടാ ആ വീടിനെ കുറിച്ച് ഒരു തീരുമാനമെടുക്കുന്നത്. എനിക്കത് അങ്ങനെയല്ല. 4-5 മാസമായില്ലേ ഞാൻ അവിടെ. സുഭാഷ് ഏട്ടൻ എനിക്കിപ്പോ എന്റെ സ്വന്തം ഏട്ടനാ. നികേഷ് എനിക്ക് കുഞ്ഞനിയനും. അവരും എന്നെ അങ്ങനെയാ കാണുന്നത്. ഒരാഴ്ചയുണ്ടല്ലോ എല്ലാം ഞാൻ പറയാം എന്നവൾ സന്തോഷത്തോടുകൂടി പറയുകയാ. അവിടെ ഹരീഷ് ഡൈനിങ് ഹാളിലിരുന്ന് കയ്യിലും കാലിലും എണ്ണ തേക്കുമ്പോഴാണ് അവന്റെ മൊബൈലിലേക്ക് സുധീഷിന്റെ കോൾ വരുന്നത്. മൊബൈൽ എടുത്തു നോക്കി, ആ ഇയാളായിരുന്നോ എന്ന് ചോദിച്ച് ഹരീഷ് ഹലോ എന്ന് പറയുമ്പോഴേക്കും, എന്താടാ ഒരു ഉഷാറില്ലാത്ത പോലെ എന്ന് സുധീഷും. ആര് പറഞ്ഞു? ഇവിടെ ഇപ്പോ നല്ല സമാധാനമുണ്ട്, എല്ലാരും നല്ല ഹാപ്പിയാ. എന്താ ആ സന്തോഷം കെടുത്താൻ ഇന്ന് തന്നെ തിരിച്ചു വരുന്നുണ്ടോ എന്ന ഹരീഷിന്റെ ചോദ്യങ്ങൾക്ക് എടാടാ വേണ്ടട്ടോ എന്ന് സുധീഷും വഴക്കു പറയുക. അല്ല, ഇയാൾക്ക് അവിടെ എങ്ങനെയുണ്ട്? മരുമകനെ സ്നേഹിച്ചു കൊല്ലുന്നുണ്ടോ? അമ്മ അയ്യപ്പനും വീട്ടുകാരും എന്ന് ഹരീഷ് ചോദിക്കേ. ഞാൻ വിളിച്ചത് അതുകൊണ്ട് തന്നെയാടാ എന്ന് സുധീഷും. കുഴപ്പാണോ? അയാളുടെ ഉദ്ദേശം എന്താണെന്ന് പിടികിട്ടിയോ എന്ന് ഹരീഷ് ചോദിക്കേ. ഇതുവരെയും നോ ക്ലൂ. നിധി അടുത്തുണ്ടെങ്കിൽ എല്ലാവരും ഭയങ്കര സ്നേഹം കാണിക്കുക, ഇല്ലാത്തപ്പോ ഒരുമാതിരി ആക്കിയ സംസാരമൊക്കെ ചിലപ്പോഴൊക്കെ നിർത്തി അങ്ങ് അപമാനിക്കാന്ന് പറയുന്ന പോലെയാ. എന്തൊരു അഭിനയം എന്നറിയോ? തന്തയും അതെ മോനും അതെ രണ്ടും കണക്കാ എന്ന് സുധീഷ് പറയുന്നത് കേൾക്കേ. ഓ ഇത്രയ്ക്കുള്ളോ? ഞാൻ കരുതി തനിക്ക് അവിടെ വലിയ ടോർച്ചറൊക്കെ ആയിരിക്കുമെന്ന് എന്ന് ഹരീഷ്. അത് കേൾക്കെ സുധീഷും, എന്താടാ എന്നെ കെട്ടിയിട്ട് അടിച്ചാൽ മാത്രമേ ടോർച്ചർ ആവൂ എന്നാണോ? ഇതും ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാ. ഇനി എപ്പോഴും അവരുടെ സ്വഭാവം മാറുന്ന ആർക്കറിയാം. എടാ നീ ഇങ്ങനെയൊന്നും ചോദിക്കല്ലേടാ, നീ ഇങ്ങനെ ചോദിക്കുമ്പോഴേ എനിക്ക് പേടിയാവുന്നത് എന്ന് സുധീഷ് പേടിയോടെ പറയുന്നത് കേൾക്കെ. പേടി അത് നല്ലതായെന്ന് ചിരിയോടെ ഹരീഷ്. അതുപോട്ടെ, അവിടെ എന്തൊക്കെയാ? നീ ഇന്ന് കടയിലൊന്നും പോയില്ലേ എന്ന് സുധീഷ് ചോദിക്കേ. ആ പിന്നെ നീതു വണ്ടി ശരിയാക്കാൻ വന്നത് എടുക്കാൻ വന്നിരുന്നു. അവളെന്നോട് മിണ്ടിയില്ല, വലിയ ജാട. നമ്മളങ്ങോട്ട് ഇഷ്ടം കാണിക്കാൻ ചെല്ലുമ്പോ ബലം പിടിക്കാണോ എന്നൊരു സംശയം. പക്ഷെ സുധീഷേട്ടാ ഇതിനും ഒരു രസമുണ്ട് എന്നവൻ സന്തോഷത്തോടെ പറയേ. അപ്പോ ലവ് സ്റ്റാർട്ടായെന്ന് പറ എന്ന് സുധീഷും. ലവ് ഒന്നുമല്ലെന്ന് ഹരീഷ് പറയേ. എടാ അവള് നിന്റെ കടയിൽ വന്നിരിക്കുന്നു, അവള് വന്നിരുന്നാ നിനക്ക് സന്തോഷാവുന്നു, അവളെ കണ്ടില്ലെങ്കിൽ നിന്റെ ചങ്കിടിക്കുന്നു. ഇത് പ്രേമമല്ലാതെ പിന്നെ ചിക്കൻ ബോക്സ് ആണോടാ മണ്ട എന്ന് സുധീഷിന്റെ ചോദ്യം കേൾക്ക്. എന്താ സുധീഷേട്ടാ ഇത് എന്ന് ഹരീഷും. എടാ പ്രേമമാണെങ്കിൽ അത് സമ്മതിക്കാനുള്ള മിനിമം ധൈര്യം കാണിക്കണം, അല്ലാതെ അറിയില്ലെന്ന് പറയുന്നത് ഒരു ഉത്തരമല്ല കേട്ടാ എന്ന് സുധീഷ് പറയേ. അല്ല അതിനെ ഞാൻ അവളോട് അങ്ങനെ പറയണ്ടേ? അത് പറയാൻ ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല, പക്ഷെ അവള് വരുന്നതും സംസാരിക്കുന്നതുമൊക്കെ എനിക്ക് ഇഷ്ടൊക്കെയാണെന്ന് ഹരീഷും. എടാ നീ ഇപ്പൊ അവിടെ ഒറ്റയ്ക്കല്ലേ? നീ അവിടെ അവളെയും ആലോചിച്ചിരിക്കുമ്പോഴല്ലേ എന്റെ കോൾ വന്നത്? അവളാണെന്ന് വിചാരിച്ചല്ലേടാ എന്റെ കോൾ എടുത്തു തന്നെ. നാളെ അവളെ കാണുന്നതിനെ കുറിച്ച് നീ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ എന്ന് സുധീഷേട്ടൻ ചോദിക്കുന്നവർക്ക് നാണത്തോടെ എങ്ങനെ മനസ്സിലായി എന്ന് ഹരീഷും. നിന്റെ ആ ഒടുക്കത്തെ പ്രേമം മുടിഞ്ഞ് നശിച്ച് ആലമ്പായി തവിടുപൊടിയായി പോണേ എന്റെ ദൈവമേ എന്ന് സുധീഷേട്ടൻ പറയുന്നവർക്ക്. ഏതേ സുധീഷേട്ടാ അനാവശ്യം പറയല്ലേ എന്ന് ഹരീഷ്. അല്ലാതെ പിന്നെ ഞാൻ ഇവിടെ ഓരോ നിമിഷവും എന്താണ് സംഭവിക്കാൻ ഓർത്ത് തീ തിന്നുകൊണ്ടിരിക്കും. അതിന്റെ ഇടയിലാ നിന്റെ ഒരു പ്രേമം. എടാ ചെറുക്ക അത് നടക്കുന്നൊന്നും വിചാരിക്കണ്ട, അത് പൊളിയും, ഉറപ്പായിട്ടും പൊളിയും എന്ന് സുധീഷേട്ടൻ പറയുന്നവർക്ക്. ഓ സന്തോഷം. സുധീഷേട്ടൻ എങ്ങാനും അനുഗ്രഹിച്ചിരുന്നെങ്കിലേ അവള് നാളെ മുതൽ വരാണ്ടാവും. താങ്ക്സ് എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും സുധീഷേ ആരെ ഫോണില് കുറെ നേരം ആയല്ലോ എന്ന് അങ്ങോട്ടെത്തിയ നിധിയും ചോദിക്കുക. ഹരീഷേ ഒരു മിനിറ്റേ നിധിയാ എന്ന് പറഞ്ഞ് നിധിയോടായി. ഹരീഷ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും താ എന്ന് പറഞ്ഞ് നിധിയും ആ മൊബൈൽ വാങ്ങിക്കുക. ഹരീഷേ അവിടെ സുഖല്ലേ എന്ന് നിധി ചോദിക്കുക. ഇവിടെ എല്ലാം ഓക്കെ, അവിടെ ഹാപ്പി അല്ലേ എന്ന് ഹരീഷ്. അതെ അതെ സുഭാഷേട്ടനും നികേഷും ഒക്കെ എന്ന് നിധി ചോദിക്കേ. ഇപ്പൊ കൊടുക്കാമെന്ന് പറഞ്ഞു. സുഭാഷേട്ടാന്ന് ഹരീഷ് വിളിക്കേ. എന്താടാന്ന് ചോദിച്ചേ. സുഭാഷും കൂടെ നികേഷും അങ്ങോട്ടെത്തുകയാ. ഇങ്ങോട്ട് വാ ദാ ഏടത്തി എന്ന് പറഞ്ഞ് മൊബൈൽ സുഭാഷേട്ടന് കൊടുക്കുമ്പോഴേക്കും സുഭാഷും കോൾ അറ്റൻഡ് ചെയ്ത് ആ മോളെ സുഖല്ലേ എന്ന് ചോദിക്കുക. അതെ സുഭാഷേട്ടാ ഒരു കാര്യം ചെയ്യാം, ഞാൻ വീഡിയോ കോളിൽ വരാം എന്നവൾ പറയുമ്പോഴേക്കും ശരി എന്ന് പറഞ്ഞ് സുഭാഷും കോൾ കട്ട് ചെയ്യുക. അത് കാണേ ഹരീഷും ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ, അതിനു മുമ്പേ കോൾ കട്ട് ചെയ്തു എന്ന് പരിഭവത്തോടെ ചോദിക്കേ. എടാ അവള് വീഡിയോ കോളിൽ വരാമെന്ന് പറഞ്ഞെന്ന് സുഭാഷും. അങ്ങനെ അവർ വീഡിയോ കോളിൽ സന്തോഷത്തോടെ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കുകയാ. കോൾ വെച്ച് കഴിഞ്ഞ് സുധീഷിനോടായി നിധിയും. സുധീഷ് ഇവിടെ ഓക്കെ അല്ലേ? എല്ലാരും നന്നായിട്ടല്ലേ പെരുമാറുന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ എന്ന് ചോദിക്കേ. ഓ എല്ലാരും നല്ല സൂപ്പറായിട്ടാ എന്നോട് പെരുമാറുന്നത് എന്ന് സുധീഷും. പിന്നെ ഉറക്കം വരുമ്പോ എന്റെ മുറിയിലേക്ക് വന്നു എന്ന് നിധി പറയുന്നത് കേൾക്കെ. ഓ ഇയാളുടെ മുറിയിലോ? അതൊന്നും ശരിയാവില്ല, അതൊക്കെ വലിയ പ്രശ്നമാവുന്നേ എന്ന് സുധീഷും. എന്താ ശരിയാവാത്തെ? റൂമിൽ വന്നില്ലെങ്കിൽ ആ പ്രശ്നമാവുക, അത് പിന്നെ എല്ലാരും ശ്രദ്ധിക്കും, എന്റെ റൂം നല്ല സ്പേഷ്യസ് എന്നവൾ പറയുന്നത് കേൾക്കെ. അല്ല അത് നിധിക്കൊരു ബുദ്ധിമുട്ടാവില്ലേ എന്ന് സുധീഷും. ആ അത് സാറില്ല, ഞാൻ സഹിച്ചാ പോരെ, ശരി കേട്ടോ എന്ന് പറഞ്ഞ് നിധി അകത്തോട്ട് കയറി പോവുകയാ. അവിടെ രാജീവ് മൊബൈലിലൂടെ ബിസിനസ് കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുക. ടെൻഷനൊന്നും വേണ്ട, ഞാനും അരുണും ഇന്ന് സംസാരിച്ചതേയുള്ളൂ, നാളെ രാത്രിയാവില്ല, രാവിലെ തന്നെ ലോഡ് അയക്കും ഉറപ്പ്. അതെ എമൗണ്ട് നാളെ തന്നെ ട്രാൻസ്ഫർ ചെയ്യണേ എന്ന് പറയുമ്പോഴേക്കും അവിടെ ഇരിക്കുന്ന അരുണിന് പാലുമായി ഹേമ അങ്ങോട്ടെത്തുകയാ.
ഇതെന്താ ഇത് എന്ന് അരുൺ ചോദിക്കേ. പാല് കാച്ചിയതാ, കുടിക്കേന്ന് ഹേമ. ഓ, നിധിക്ക് വേണ്ടി എടുത്തപ്പോ കൂടിപ്പോയി, അതിന്റെ ബാക്കിയാവൂല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവനാ പാല് വാങ്ങിച്ച്. കണ്ടില്ലേ അച്ഛാ, നിധി വന്നപ്പോ അവളുടെ ശീലങ്ങളും ഈ വീട്ടിൽ വീണ്ടും തുടങ്ങി എന്നരുൺ പറയേ. അവിടെ നിന്റെ മോള് പാലും തൈരുമൊന്നും കഴിക്കുന്നില്ല, അത് വിചാരിക്കേണ്ടെന്ന് രാജീവും. അത് കണ്ടാൽ അറിയില്ലേ, പാവം 4 മാസം കൊണ്ട് അവൾ വല്ലാതായിപ്പോയി. ഇനി അവളെ നന്നായിട്ട് നോക്കണം, പഴയ പ്രസരിപ്പും മോജസും ഒക്കെ തിരിച്ചു കൊണ്ടുവരണം എന്ന് ഹേമ പറയേ. അവൾ എവിടെയുണ്ടെന്ന് രാജീവും. മുകളില് ഓപ്പൺ ടെറസിൽ ഉണ്ടായിരുന്നു എന്ന് ഹേമ പറയേ. ഈ രാത്രിയിൽ അവിടെ പോയി നിൽക്കുന്നത് എന്തി? ഉറങ്ങൊന്നും വേണ്ടേ അവൾക്ക്? നീ അവളെ വിളിക്കുന്ന രാജീവ് പറയുമ്പോഴേക്കും ഹേമ അവളെ വിളിക്കാനായി പോവുക. അപ്പോഴേക്കും അങ്ങോട്ടെത്തിയ സുധീഷും അവരോടെ ഇരിക്കുന്നത് കണ്ട് വാതിലിന് പിറകിൽ മറിഞ്ഞു നിൽക്കും. ആലോചനയോടെ ഇരിക്കുന്ന അച്ഛനെ കണ്ട് അച്ഛാ എന്താ ആലോചിക്കുന്നെന്ന് അരുൺ ചോദിക്കേ. രാത്രി ആ ഡ്രൈവർ എവിടെ കിടക്കും, ആ നാറി സുധീഷ് എന്ന് ചോദിക്കേ. അല്ല, എവിടെ കിടത്തണമെന്ന് അരുണും. അപ്പുറത്ത് മറഞ്ഞു നിൽക്കായിരുന്ന സുധീഷും ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ഹാളിൽ കിടക്കാൻ പറഞ്ഞാൽ മതിയോ എന്ന് അരുൺ ചോദിക്കേ. വേണ്ട, അത് നിധി സമ്മതിക്കില്ല എന്നച്ഛൻ പറയേ. എന്ന് കരുതി നിധിയുടെ റൂമിലേക്ക് അയക്കണോ അവൻ? എങ്കിൽ അവനെ ഇന്ന് തന്നെ അവസാനിപ്പിക്കുന്നതാ നല്ലതെന്ന് അരുൺ. അവൻ ഇവിടെ ജോലി ചെയ്തിരുന്നപ്പോ എവിടെയാ കിടന്നിരുന്നേ എന്ന് രാജീവ് ചോദിക്കേ. പുറത്ത് വർക്കേഴ്സ് റൂമിൽ എന്ന് അരുണും. ആ, ഇന്ന് രാത്രി അവൻ അവിടെ കിടന്നുറങ്ങിയാൽ മതി എന്ന് രാജീവ് പറയുന്നത് കേൾക്കേ. ഹോ മഹാപാപികളെ എന്ന് സുധീഷും മനസ്സിൽ പറയുന്നു. പക്ഷേ എങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വെക്കുമെന്ന് അരുൺ ചോദിക്കേ. അവന്റെ ഇടം അതാണെന്ന് അറിയാലോ നിനക്ക്, പിന്നെ എന്നോടാണോ എങ്ങനെ അയക്കേണ്ടെന്ന് ചോദിക്കുന്നേ? വഴി നീ കണ്ടുപിടിക്കണം. അവൻ നിധിയുടെ മുറിയിൽ കാലെടുത്ത് വെക്കാൻ പാടില്ല, നിധിക്കൊരു സംശയവും തോന്നാൻ പാടില്ല. അവന്റെ ഇടം അതാണെന്ന് അവൻ ഇന്ന് മനസ്സിലാവും എന്ന് രാജീവ് പറയേ. ശരിയച്ചാ, അത് ഞാൻ നോക്കിക്കൊള്ളാമെന്ന് അരുണും. എല്ലാം കേട്ടുനിന്ന സുധീഷും ഓ എങ്ങനെയൊക്കെ അപമാനിക്കാമെന്ന് കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് ചിന്തിക്കുവാണല്ലോ. ശരിക്കും ക്രിമിനൽ മൈൻഡുള്ള തന്തയും മോനും തന്നെയാ. എന്നെയാ ഡ്രൈവർ റൂമിലാക്കണമല്ലേ? ഞാൻ എന്തിനാ അവിടെ കിടക്കണം? ഞാൻ നിധിയുടെ ഭർത്താവാണെങ്കിൽ ഇന്ന് അവരുടെ മുറി തന്നെ കിടക്കും എന്ന് മനസ്സിൽ ഉറപ്പിച്ച് പറയുക. അപ്പോഴേക്കും നിധിയും അച്ഛന്റെ അരികിലേക്ക് എത്തി. അച്ഛൻ എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു എന്ന് ചോദിക്കേ. വെറുതെ ഓപ്പൺ ടെറസിൽ പോയി നിൽക്കുന്നത് എന്തിനാണെന്ന് കരുതി വിളിച്ചതാ. മോൾ ഇരിക്കെന്ന് പറയുമ്പോഴേക്കും അവളും അരുണിന്റെ അരികിൽ സോഫയിലേക്ക് വന്നിരിക്കുക. അച്ഛൻ ഉറങ്ങിയില്ലേ എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും അത് കേട്ട് നിൽക്കുകയായിരുന്ന സുധീഷും ആഹാ ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് ചെന്ന് ഹായ് അങ്കിൾ, ഹായ് എളിയ എന്നൊക്കെ പറഞ്ഞ് സോഫയിലേക്ക് ഇരുന്ന് നിധി നല്ല ക്ഷീണം തോന്നുന്നുണ്ട്, ഉറങ്ങിയാലോ എന്ന് ചോദിക്കേ. നിധിയും സമ്മതം മൂളുകയാ. അത് കേൾക്കെ അരുണും ടെൻഷനോടെ അളിയ അതായത് എന്ന് പറഞ്ഞു തുടങ്ങുന്നുണ്ടെങ്കിലും സുധീഷ് അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വേണ്ട വേണ്ട, അളിയൻ എന്താ പറയാൻ പോകുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിധിയുടെ മുറിയേതാന്നല്ലേ അതെനിക്കറിയാം. ഇവിടെ ജോലി ചെയ്തിരുന്ന സമയത്ത് എത്രയോ തവണ ഞാൻ ആ മുറിയിൽ പോയിരിക്കുന്നു. അല്ല, ഈ ബാഗ് കൊണ്ടുവയ്ക്കാനും തിരിച്ചു കൊണ്ടുവരാനും ഒക്കെ ആയിട്ടെ. എന്നാ പിന്നെ ഞാൻ പോയി കിടക്കട്ടെ നിധി കുറച്ച് കഴിഞ്ഞിട്ട് വന്നാ മതി. കുറെ കാലം കഴിഞ്ഞ് വന്നതല്ലേ, അച്ഛന്റെയും ചേട്ടന്റെയും ഒപ്പം കുറെ വർത്താനൊക്കെ പറഞ്ഞിട്ട് വന്നാ മതി എന്ന് പറഞ്ഞ് രാജീവിനോടായി. അങ്കിളെ ഗുഡ് നൈറ്റേ. അളിയ ഗുഡ് നൈറ്റ് എന്ന് അരുണിനോടും പറഞ്ഞ് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക. ഒന്നും ചെയ്യാൻ കഴിയാതെ ആകെ അമ്പരപ്പോടെ ഇരിക്കുകയാണ് രാജീവും അരുണും. സന്തോഷത്തോടെ നിധിയുടെ റൂമിലേക്ക് എത്തിയ സുധീഷും പൊട്ടിച്ചിരിച്ച് കൈയടിച്ചുകൊണ്ട് എന്റെ അടുത്ത് അവരുടെ ഒരച്ഛനും മോനും എന്ന് പറഞ്ഞ് റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനിടയിലാണ് നിധിയുടെ ബെഡ് കാണുന്നത്. അവൻ സന്തോഷത്തോടെ അതിലേക്ക് ഇരുന്നു കൊണ്ട് തന്തയും മോനും കൂടി എനിക്കിട്ട് പണിയാൻ നോക്കിയതാ. ആ പണി പാളിയെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ചെന്ന് മിററിൽ നോക്കി മുടി ചീകിക്കൊണ്ട് എന്നാലും സുധീഷേ ഇത്രയും പെട്ടെന്ന് ഇത് നടക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇന്ന് നീ ഉറങ്ങാൻ പോകുന്നത് എവിടെയെന്ന വിചാരം നിധിയുടെ റൂമില് അവളുടെ കട്ടിലിൽ വിശ്വസിക്കാനാവുന്നില്ല എന്ന് പറഞ്ഞ് നടന്നു ചെന്ന് നിധിയുടെ കട്ടില് എത്രയോ ജന്മമായി എന്ന് പാട്ടും പാടിക്കൊണ്ട് അവൻ ആ കട്ടിലേക്ക് മലർന്നടിച്ചു വീഴുകയാണ്. ആവൂ എന്തൊരു സുന്ദരമായ നിമിഷമാണിത് എന്ന് പറഞ്ഞൊരു ഞെട്ടലോടെ എഴുന്നേറ്റുകൊണ്ട് ഇത് സത്യമായിരിക്കോ അതോ ഞങ്ങൾ രണ്ടാളും ഒന്നിക്കണമെന്ന് ആരെങ്കിലും കാണുന്ന സ്വപ്നത്തിൽ ഞാൻ ഇരിക്കുന്നതായിരിക്കുമോ? അയ്യോ, ഞാൻ ഇപ്പോഴും ആ നശിച്ച വീട്ടില് സുഭാഷേട്ടനെയും കെട്ടിപ്പിടിച്ച് കിടക്കുകയാണോ എന്ന് പറഞ്ഞവൻ തന്റെ കൈത്തണ്ടയിൽ നുള്ളി നോക്കിക്കൊണ്ട് അത് സത്യം തന്നെയാണെന്ന് സന്തോഷത്തോടെ തിരിച്ചറിഞ്ഞ് ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ട് ആ കട്ടിലേക്ക് കിടന്ന് തിരിയുമ്പോഴാണ് തറയിൽ വിരിച്ചിട്ടിരിക്കുന്ന വിരിപ്പും തലയിണയും കാണുന്നത്. അത് കണ്ടവൻ സംശയത്തോടെ എഴുന്നേറ്റ് ഇതെന്താ തറയില്? ഓഹോ, അപ്പൊ എല്ലാം തീരുമാനിച്ചു വെച്ചിട്ടുണ്ടല്ലേ. മുറിയൊന്നാണെങ്കിലും ഉറക്കം 2. ആ സാരമില്ല, എന്തായാലും ഒറ്റമുറി വരെ എത്തിയല്ലോ, ബാക്കിയൊക്കെ എത്തുമായിരിക്കും എന്ന് പറഞ്ഞവൻ വീണ്ടും കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് എന്തായാലും ഒന്ന് സുന്ദരനായിക്കാം എന്ന് പറഞ്ഞ് കണ്ണാടിയിൽ നോക്കി മുടിയൊക്കെ ഒന്ന് റെഡിയാക്കിക്കൊണ്ട് വീണ്ടും നടന്നു നീങ്ങി. എന്നാലും ഈ തണുപ്പൊന്നും കുറയ്ക്കാൻ പറ്റുന്നില്ലല്ലോ. റിമോട്ട് എവിടെയാ എന്ന് പറഞ്ഞ് തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നീന്തി ഡോർ തുറന്ന് അങ്ങോട്ടെത്തുന്നത്. അവളെ കാണാൻ സന്തോഷത്തോടെ ആ വരൂ വരൂ എന്ന് പറഞ്ഞ് സുധീഷ് സ്വീകരിക്കുകയാ. പിന്നീട് അവൻ ചിരിയോടെ അല്ലെങ്കിലും ഇയാളുടെ റൂമിലേക്ക് വരാൻ ഇയാളെ ഞാനെന്തിനാ ക്ഷണിക്കുന്നതല്ലേ? അച്ഛന്റെയും ചേട്ടന്റെയും ഒക്കെ സംസാരം കഴിഞ്ഞോ ആവോ എന്ന് ചോദിക്കേ. സംസാരമൊന്നും ഉണ്ടായില്ല, വെറുതെ ഓരോന്ന്. എന്തായാലും സുധീഷിനെ കുറ്റം പറഞ്ഞൊന്നുമില്ല എന്ന് സന്തോഷത്തോടെ പറയേ. ഓ എന്റെ ഭാഗ്യം എന്ന് സുധീഷും. അവൾ ഡോർ അടച്ച് ലോക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ആ കുറ്റിയിട്ടോളൂ എന്ന് സുധീഷ്. അത് കേട്ടവൾ സംശയത്തോടെ നോക്കുമ്പോഴേക്കും അല്ല, അച്ഛനും ചേട്ടനും ഇനി വരണ്ടല്ലോ എന്ന് വിചാരിച്ച എന്നവൻ പറയേ. അവരെന്തിനാ ഇനി വരുന്നേ എന്ന് നിധിയും. ഓ ശരിയാണല്ലോ, അവരെന്തിനാ ഇനി ഇങ്ങോട്ട് വരുന്നേ എന്ന് പറഞ്ഞ് ചോറിൽ വിഷം കലക്കി തരണോ അതോ കാർ കയറ്റി കൊല്ലണോ എന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നവൻ പിറുപിറുക്കെ. എന്താ പിറുപിറുക്കുന്നതെന്ന് നിധിയും ചോദിക്കുക. അല്ല
കുറച്ച് നാളുകൾക്ക് ശേഷം സംഭവിച്ച റീയൂണിയൻ അല്ല. അപ്പോ അവർക്ക് പറയാൻ കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ചിലപ്പോ ഇനിയും വന്നുകൂടായില്ലല്ലോ എന്ന് ഞാൻ പറയുമായിരുന്നു എന്ന് സുധീഷ്. ഏതായാലും ഇന്നിനി വരാൻ പോകുന്നില്ല, ഇനിയും 4-5 ദിവസം ഉണ്ടല്ലോ എന്ന് നിധി പറയുന്നത് കേൾക്കെ ഒരു ചിരിയോടെ നിൽക്കുന്ന സുധീഷിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അവിടെ ഉമ്മറത്തെ കട്ടിലിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭാസ്കരനോടായി തന്റെ അമ്മ ജീവനോടെയുണ്ടോ അതോ മരിച്ചോ എന്ന് നികേഷ് അന്വേഷിക്കുന്നതും സുധീഷ് ഓരോ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് നീതുവിടെ റൂമിൽ സന്തോഷത്തോടെ ഉറങ്ങുന്നതും ഹരീഷിന്റെ മൊബൈലിലേക്ക് നീതുവിന്റെ കോൾ വരുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.